ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് സെമിസ്റ്റർ MBA ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന പേപ്പറിലെ യൂണിറ്റ് 8ൻ്റെ കണ്ടിന്യൂഷനാണ്. സോ നമുക്കിനി നോക്കാനുള്ളത് റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ഓഫ് സെലക്ഷൻ ടെസ്റ്റുകളാണ്. സോ അതിലാദ്യം വരുന്നത് റിലയബിലിറ്റി ആണ്. റിലയബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റേഴ്സിനെ കറക്റ്റായിട്ട് യൂസ്ഫുള്ളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ആക്സെപ്റ്റബിൾ ലെവൽ ഓഫ് റിലയബിലിറ്റി എന്ന് നോക്കാം. നമുക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്ലിക്കൻസിൻ്റെ പെർഫോമൻസ് ഒരു ഗീവൺ സെലക്ഷൻ ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേനും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്കോറാണ് ഈച്ച് ടൈമിലും ഓരോ ടൈമിലും ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഈഫ് എൻ ഓർഗനൈസേഷൻ്റെ യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് സെലക്ഷൻ ഡിസിഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. സോ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ദ ടെസ്റ്റ് ഈസ് റിലയബിൾ ആണെങ്കിൽ ഒരു സിംഗിൾ ഇൻഡിവിജ്വലിൻ്റെ സ്കോർ എന്ന് പറയുന്നത് ഫെയർലി സ്റ്റേബിൾ ആയിരിക്കും. ഓവർ എ പെർട്ടിക്കുലർ ടൈം പീരീഡിൽ അത് സ്റ്റേബിൾ ആയിട്ട് തന്നെ പോകുന്നതായിരിക്കും. സോ അതിനെയാണ് റിലയബിലിറ്റി എന്ന് പറയുന്നത്. വാലിഡിറ്റി എന്ന് പറയുമ്പോഴത്തേനും ഹൈ റിലയബിലിറ്റി ഉള്ള ഒരു മീനിങ് സെലക്ഷൻ ഡിവൈസസിൽ ലോ വാലിഡിറ്റി ആണ്. വാലിഡിറ്റി ഹൈ ആണെങ്കിൽ റിലയബിലിറ്റി ലോ ആയിരിക്കും. ഹൈ റിലയബിലിറ്റി ആണെങ്കിൽ ലോ വാലിഡിറ്റി ആയിരിക്കും. സോ അങ്ങനെയാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് വരുന്നത്. നോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല, റെലവൻറ്റ് ക്രൈറ്റീരിയോൺസ് ഉണ്ട്. അങ്ങനെയുള്ള ജോബ് പെർഫോമൻസിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത് ടെസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ അവിടെ ഇൻഡിക്കേഷൻസ് ഉണ്ടായിരിക്കില്ല. സോ മെഷറിങ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ ജോബ് ബിഹേവിയേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ നമുക്ക് മെഷർമെൻറ്റ്സ് നടത്താൻ വേണ്ടി പറ്റുള്ളൂ. ഇവിടെ 3 സ്പെസിഫിക് ടൈപ്പ് ഓഫ് വാലിഡിറ്റീസ് ആണ് നമുക്കുള്ളത്. കണ്ടൻറ് ഉണ്ട്, കൺസ്ട്രക്റ്റ് ഉണ്ട്, ക്രൈറ്റീരിയോൺ റിലേറ്റഡ് ഉണ്ട്. കണ്ടൻറ് വാലിഡിറ്റി എന്ന് പറയുന്നത് ഡിഗ്രി ടു വിച്ച് ദ കണ്ടൻറ് ഓഫ് ദ ടെസ്റ്റ്. കണ്ടൻറ് ഓഫ് ദ ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ട് വരുന്നതിനെയാണ് നമ്മൾ കണ്ടൻറ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ആസ് എ സാമ്പിൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓരോ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു സിംപ്ലിഫൈഡ് എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിന് അതിൻ്റേതായ പൊസിഷൻ ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. അങ്ങനെയുള്ള ടെസ്റ്റുകൾ അപ്രോപ്രിയേറ്റ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് ആ ഒരു കാറ്റഗറി ഒരു ടിപ്പിക്കൽ സാമ്പിളിംഗ് ടൈപ്പിംഗ് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കണ്ടൻറ് വാലിഡിറ്റി എന്ന് പറയുന്നത്. പിന്നെ കൺസ്ട്രക്റ്റ് വാലിഡിറ്റി എന്ന് പറയുമ്പോൾ വാലിഡിറ്റി ദ ഡിഗ്രി വിച്ച് എ പെർട്ടിക്കുലർ ട്രൈറ്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ജോബ് പെർഫോമൻസ് സക്സസ്ഫുള്ളി റൺ ചെയ്യാൻ പറ്റുന്നതിനെയാണ്. സോ ഇവിടെ നമ്മൾ എബ്സ്ട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത് ഇൻ്റലിജൻസിനെയാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത് കേട്ടോ. സോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് വാലിഡിറ്റിനെയാണ് നമ്മൾ കൺസ്ട്രക്റ്റ് വാലിഡിറ്റി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി ആണ്. സോ ഇവിടെ ഡിഗ്രി ടു വിച്ച് എ പെർട്ടിക്കുലർ സെലക്ഷൻ ഡിവൈസ് ആക്യുറേറ്റ്ലി പ്രെഡിക്റ്റ് ദ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഓഫ് വർക്ക് ബിഹേവിയർ. ഒരാളുടെ വർക്ക് ബിഹേവിയറിനെ അല്ലെങ്കിൽ ജോബ് പെർഫോമൻസിനെ റിലീവ് ചെയ്യുന്ന കാര്യത്തിനെയാണ് ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടെ മെഷർ ചെയ്യുന്നത് നമ്മുടെ റിലേഷൻ ബിറ്റ്വീൻ സം സ്കോർ അല്ലെങ്കിൽ ചില ടെസ്റ്റുകളെയോ അല്ലെങ്കിൽ നമ്മുടെ ജോബ് പെർഫോമൻസിനെയോ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റിയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഒരേ സമയം നമ്മുടെ ഇപ്പോൾ കൺകറൻറ്റ് വാലിഡിറ്റിൻ്റെ പ്രെഡിക്റ്റബിൾ വാലിഡിറ്റിൻ്റെ ഇത് രണ്ടും നമ്മളിവിടെ മെഷർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പ്രിഡിക്റ്റീവ് ആയിട്ടുള്ള വാലിഡിറ്റി ഉണ്ട്. സോ ഇവിടെ നമ്മൾ വാലിഡിറ്റി ടെസ്റ്റ് നടത്തുന്നത് പ്രിഡിക്റ്റ് ചെയ്തിട്ടാണ്. സോ ഓർഗനൈസേഷൻ്റെ ടെസ്റ്റുകൾ എല്ലാ ടൈമിലും പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള അപ്ലിക്കൻസ് ഉണ്ട്. സോ ആ ടെസ്റ്റ് സ്കോറുകളെ റെക്കോർഡ് വൈസ് ചെയ്തിട്ട് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നു. സോ ഇതിനെയാണ് പ്രെഡിക്റ്റീവ് വാലിഡിറ്റി എന്ന് പറയുന്നത്. ചില പ്രിസ്ക്രൈബ്ഡ് ഡേറ്റിൽ യൂഷ്വലി 1 year ഫ്രം ബീൻ ഹിയർഡ് നമ്മളിപ്പോൾ ജോലിക്ക് ഹിയർഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ട് 1 വർഷമൊക്കെ ആവുന്ന സമയത്ത് പുതിയ അപ്ലിക്കൻസിന് എന്താണ് അവരുടെ സൂപ്പർവൈസർ ഇവാലുവേറ്റ് ചെയ്യും. അവരുടെ ജോബ് പെർഫോമൻസിൽ എന്തോരം ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് വന്നിട്ടുള്ളതെന്നൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ആക്ച്വലി അതൊരു 1 year കഴിയുമ്പോഴാണ് അങ്ങനെയുള്ള ഇവാലുവേഷൻസ് നടക്കുന്നത്. പിന്നെ വരുന്നതാണ് കൺകറൻറ്റ് വാലിഡിറ്റി എന്ന് പറയുന്നത്. സോ കൺകറൻറ്റ് വാലിഡിറ്റി മെത്തേഡ് എന്ന് പറയുന്നത്
നമ്മൾ ടെസ്റ്റസ് യൂസ് ചെയ്യുന്ന കറൻറ്റ് എംപ്ലോയിയുടെ സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഒരു ഗിവൺ ടെസ്റ്റുകൾ സ്കോറുകളെ ബേസ് ചെയ്തിട്ട് കറൻറ്റ് എംപ്ലോയീസ് ഇമീഡിയറ്റ്ലി അനലൈസ് ചെയ്യുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ അവരുടെ ടെസ്റ്റ് സ്കോറും അവരുടെ പ്രീവിയസ് പെർഫോമൻസ് അപ്രീസിയലും തമ്മിലുള്ള സ്കോറും തമ്മിൽ റിലേഷനൊക്കെ നോക്കിയിട്ടാണ് കൺകറൻറ്റ് വാലിഡിറ്റി നമ്മൾ കാണുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂസ് ആണ്. എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഇൻട്രാക്ഷനാണ് ഇൻ്റർവ്യൂവറും അപ്ലിക്കൻറ്റും. ഇൻ്റർവ്യൂ നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷനിലെ HR മാനേജറും അപ്ലിക്കൻറ്റും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനെയാണ് നമ്മൾ ഇൻ്റർവ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ബി പവർഫുൾ ടെക്നിക്. ഏറ്റവും നല്ല ഒരു ടെക്നിക്കാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷനിലും ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റുന്നത് ഇൻ്റർവ്യൂ ത്രൂ ആണ്. സോ ഇത് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോഴത്തേനും കെയർഫുള്ളായിട്ട് വേണം നമ്മൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം തെറ്റുകൾ നമുക്ക് വരാം, തെറ്റിദ്ധാരണകൾ വരാം. സോ അതെല്ലാം നമുക്ക് ബയസസ് സോഴ്സസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇനി നോക്കാൻ പോകുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻ്റർവ്യൂസ് ആണ്. നമ്മൾ മെയിനായിട്ടും ഒരു ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് ഒരു നല്ലൊരു ഇൻ്റർവ്യൂ ഗുഡ് ഇൻ്റർവ്യൂ ആവാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ്. ആദ്യത്തെ എന്ന് പറയുന്നത് പ്രിപ്പറേഷനാണ്. ആൻഡ് സെക്കൻഡ് വൺ സെറ്റിംഗ്. ആൻഡ് മൂന്നാമത്തെ കാര്യമാണ് കണ്ടക്ട് ഓഫ് ഇൻ്റർവ്യൂ. ആൻഡ് നാലാമത്തെ ക്ലോസ്. ആൻഡ് ഫിഫ്ത്ത് വണ്ണാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സോ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളതിൽ വരുന്നത്? സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്, ഇൻ്റർവ്യൂ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തത്, അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ നമുക്ക് വേണം. ആൻഡ് മെത്തേഡ്, നമ്മൾ ആ ഇൻ്റർവ്യൂ അതിൻ്റെ ഒബ്ജക്റ്റീവ് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡുകളും, പിന്നെ നമ്മളെ പറ്റി തന്നെയുള്ള ഇൻഫോർമേഷൻസ് ഏതൊക്കെ രീതിയിലാണ് ഇൻ്റർവ്യൂസിന് കൊടുക്കുന്നത്, അതാണ് ആദ്യത്തെ ഒരു സെറ്റ് എന്ന് പറയുന്നത്. പിന്നെ സെറ്റിംഗ് ആണ് സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത്. സെറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? 2 ടൈപ്പാണ് വരുന്നത്. ഫിസിക്കലുണ്ട്, മെൻ്റലുണ്ട്. ഫിസിക്കൽ സെറ്റിംഗ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂവിൽ ബോത്ത് പ്രൈവറ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ്. മെൻ്റൽ സെറ്റിങ്സ് എന്ന് പറയുന്നത് വൺസ് ഓഫ് റെപ്പോർട്ട്സ് ആണ്. നമ്മൾ എങ്ങനെയാണോ ഓരോ കാര്യത്തിൽ അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷനിലും നമ്മൾ ബിഹേവ് ചെയ്യുന്നതെന്നുള്ളതാണ്. സോ ഇതാണ് വരുന്നത്. പിന്നെ വരുന്നത് കണ്ടൻറ്റ് ഓഫ് ഇൻ്റർവ്യൂ ആണ്. സോ കണ്ടക്ട് ഓഫ് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേനും ഈ സ്റ്റെപ്പിൽ നമ്മൾ മെയിനായിട്ടും ആക്ഷൻസ് ആണ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ്, ഡിസേർവ്ഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത്, അത് ഇൻ്റർവ്യൂവറായിട്ട് സപ്ലൈ ചെയ്യാണ്. ഇൻ്റർവ്യൂക്ക് കറക്റ്റായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജാണ് കോണ്ടാക്ട് ഓഫ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ എൻകറേജ് ചെയ്യും, ഇൻ്റർവ്യൂവേഴ്സിന് സംസാരിക്കാനുള്ള ഒരു ടൈം കൊടുക്കുന്ന ഒരു ടൈമാണ്. ഇൻ്റർവ്യൂക്ക് മസ്റ്റ് ഹാവ് ഫുൾ അറ്റൻഷൻ ടു ദ ഇൻ്റർവ്യൂവിന് കറക്റ്റായിട്ട് അറ്റൻഷൻസ് കിട്ടുന്നത് കോണ്ടാക്ട് ഓഫ് ഇൻ്റർവ്യൂവിലാണ്. പിന്നെ വരുന്ന ഒരു സ്റ്റേജാണ് ക്ലോസ് എന്ന് പറയുന്നത്. സോ ഇൻ്റർവ്യൂ ഒരു ഓപ്പൺ ആയിട്ടുള്ള കാര്യമാണ്. സോ അതിൻ്റെ ഒരു ലാസ്റ്റ് സ്മൂത്ത്ലി നമ്മൾ ക്ലോസ് ചെയ്യണം. സോ എംബേഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു താങ്ക് യൂവും പറഞ്ഞിട്ട് നമുക്കത് ക്ലോസ് ചെയ്യാൻ പറ്റും. ആൻഡ് അറ്റ് ലാസ്റ്റ് സ്റ്റേജാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സോ ഇത് ഇവിടെ എന്ന് വെച്ച് നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി നമ്മൾ ആ ഒരു റൂമിലോട്ട് എൻ്റർ ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് ആ ഡോറ് ക്ലോസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. സോ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ടാസ്ക്, ഒരു ഇവാലുവേഷൻ കാൻഡിഡേറ്റിന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഫ്രഷ് ഇൻ മൈൻഡിലാണ്. നമുക്കിപ്പോൾ ഒരു ഡോർ ഓപ്പൺ ചെയ്തത് മുതൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് എൻഡ് ചെയ്യുന്നത് നമ്മൾ പുറത്തേക്ക് ഔട്ട്സൈഡ് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് കടക്കുമ്പോഴാണ്. സോ ഇതാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കുന്നത് കൈൻഡ്സ് ഓഫ് ഇൻ്റർവ്യൂ ആണ്. സോ 4 ടൈപ്സ് ഓഫ് കൈൻഡ്സ് ഓഫ് ഇൻ്റർവ്യൂസ് ആണ് നമുക്കുള്ളത്. ആദ്യത്തെയാണ് പ്രിലിമിനറി ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ കോൾ അല്ലെങ്കിൽ വീഡിയോ കോൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻ്റർവ്യൂസ് നടത്തുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ പ്രിലിമിനറി ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കുള്ള സ്ട്രെസ് ഇൻ്റർവ്യൂസ് ആണ്. സ്ട്രെസ് ഇൻ്റർവ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രഷർ, നമ്മൾ അപ്ലിക്കൻസിന് ഒരു പ്രഷർ കൊടുത്തുകൊണ്ട് അവരുടെ പെർഫോമൻസ് അണ്ടർ സ്ട്രെസ്സിൽ അവരെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ഒരു പീരിയോഡിക് ടൈമിൽ അവർക്ക് എന്താണ് ഒരു സിറ്റുവേഷൻ കൊടുത്തിട്ട് അതിനെ ഓവർകം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് കൊടുത്തിട്ട് അതിന് സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു സ്ട്രെസ്ഡ് എൻവയോൺമെൻറ്റിലെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് സ്ട്രെസ് ഇൻ്റർവ്യൂസ് ഉള്ളത്. പിന്നെ ഡെപ്ത് ഇൻ്റർവ്യൂസ് ഉണ്ട്. ഡെപ്ത് ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ലൈഫ് ഹിസ്റ്ററി, നമ്മുടെ
ഒരു അപ്ലിക്കൻറ്റിൻ്റെ കംപ്ലീറ്റ് ലൈഫ് ഹിസ്റ്ററി കവർ ചെയ്യുന്ന ഇൻക്ലൂഡ് ചെയ്യുന്ന വർക്ക് എക്സ്പീരിയൻസ്, അക്കാദമിക് ക്വാളിഫിക്കേഷൻസ്, ഹെൽത്ത്, ഇൻട്രസ്റ്റ്, ഹോബീസ്, ഇതെല്ലാം കവർ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ ആണ് ഡെപ്ത് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. പിന്നെ പാറ്റേൺഡ് ഇൻ്റർവ്യൂ ഉണ്ട്. പാറ്റേൺഡ് ഇൻ്റർവ്യൂസ് എന്ന് പറയുന്നത് കോമ്പിനേഷൻസ് ഓഫ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വഴി നമ്മൾ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാറ്റേൺഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. സോ ഇതൊരു സ്ട്രക്ചേർഡായിട്ടും അൺസ്ട്രക്ചേർഡായിട്ടും ചോദിക്കാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് ക്ലൂസ് ഉണ്ടായിരിക്കും, ഗേറ്റ് ലൈൻസ്, ഏരിയാസ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും പാറ്റേൺഡ് ഇൻ്റർവ്യൂസ് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ്റർവ്യൂ ഔട്ട്കംസ് ആണ്. സോ നമ്മുടെ ഫിഗറിൽ കൊടുത്തിട്ടുള്ള പോലെ ഫിഗർ 8.3 ഇൻ്റർവ്യൂ ഔട്ട്കംസിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഇൻ്റർവ്യൂറും ഇൻ്റർവ്യൂവും തമ്മിലുള്ള ഒരു പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും, എന്തൊക്കെ ഫാക്ടേഴ്സാണ് അവർ തമ്മിൽ ഉണ്ടാവുക എന്നുള്ളതിൻ്റെ ഫിഗറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കിനി അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റർവ്യൂസ് നോക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ കാൻഡിഡേറ്റിൻ്റെ എൻതൂസിയാസം അല്ലെങ്കിൽ അവരുടെ ഇൻ്റലിജൻസ് ഡയറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, സബ്ജക്റ്റീവ് ആസ്പെക്ട്സ് ഉണ്ട്. കാൻഡിഡേറ്റിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, മാനേഴ്സ്, അപ്പിയറൻസ്, നെർവസ്നെസ്, ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഡയറക്റ്റ് ഫേസ് ടു ഫേസ് കോൺവെർസേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ വിറ്റ്നസ് ഹൗ ഹീ ഇൻട്രാക്ട് വിത്ത് ഹൗ ഹീ റെസ്പോൺസ്. നമ്മളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുന്ന രീതി, അവരെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ഏതൊരു ചിന്താഗതിയിലുള്ള ഒരാളാണെന്നുള്ളതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് വിറ്റ്നസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ബെസ്റ്റ് വേ ടു സിറ്റ് അറ്റ് വിൽ ഡു ഫീച്ചേഴ്സ് ഓഫ് പെർഫോമൻസ്. നമുക്ക് കറക്റ്റായിട്ട് മോട്ടിവേഷൻസ്, ക്രിയേറ്റിവിറ്റി, പ്രസൻസ്, ഹാബിറ്റ്സുകളൊക്കെ, ജഡ്ജ്മെൻറ്റൊക്കെ കറക്റ്റ് ആവുന്നത് ഡയറക്റ്റ് ഇൻ്റർവ്യൂസ് വഴിയാണ്. ഇനി ഡിഫക്റ്റുകൾ, ഡിമെറിറ്റ്സ് എന്താണെന്ന് നോക്കാം. ഇൻ്റർവ്യൂവേഴ്സിന് ഒരു ഒരു റാപ്പിഡായിട്ടുള്ള അപ്ലിക്കൻസ് അല്ലെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലിയർലി ഡിഫൈൻ ചെയ്യുന്ന ടെക്നിക്സുകൾ, അതുപോലെ തന്നെ ചില ടൈമിൽ അതങ്ങനെ ക്ലൂസ്, ഓപ്പണിങ്സൊക്കെ അവർക്കൊരു എന്താ പറയുക, ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കെയർഫുള്ളി ഫോർമുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അത് ഡിസേർഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസിനെ ഫുള്ളി അപ്ലിക്കൻസിന് ഒരു ഫ്രീ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഈസി ആയിട്ട് വരും. മെനി ഇൻ്റർവ്യൂസിന് കുറേ അങ്ങോട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ അപ്ലിക്കൻസ് ആയിട്ട് ഒരു ഈസി കോൺവെർസേഷൻ ഓക്കെ ആയിരിക്കില്ല. പിന്നെ പല ഇൻ്റർവ്യൂസിനും സ്കിൽസ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂയുടെ ഒരു ക്ലോസ്ഡ് സെക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇതൊക്കെയാണ് ഡിമെറിറ്റ്സ് ഓഫ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് കേട്ടോ.